അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായമായ സൂറത്തുൽ യൂസുഫിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. യൂസുഫ് അലൈഹിസ്സലാമിനെ തങ്ങളുടെ കൂടെ വിട്ടുകിട്ടാൻ വേണ്ടി സഹോദരന്മാരായിട്ടുള്ള 10 പേർ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പോയി സംസാരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഖുർആൻ പറയാണ്, ഖാലൂ യാ അബാനാ മാ ലക ലാ തഅമന്നാ അലാ യൂസുഫ വ ഇന്നാ ലഹു ലനാസിഹൂൻ. ഖാലൂ, ആ 10 സഹോദരന്മാർ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ഉപ്പ, മാലക്ക, നിങ്ങൾക്കെന്ത് പറ്റി? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ശരിക്കലും ഖുർആനിൻ്റെ ഓരോ പദങ്ങളും ഓരോ പ്രയോഗങ്ങളും നമ്മൾ കീറി പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് അറിവ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഉപ്പാനോട് സംസാരിക്കുന്ന രീതിയുണ്ട്. ഇദ് ഖാല യൂസുഫു ലി അബീഹി യാ അബത്തി, യാ അബത്തി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, യാ അബി എന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഉപ്പ എന്നർത്ഥം ലഭിക്കാൻ വേണ്ടി. അവിടെ യാ അബത്തി എന്നുള്ള താ ചേർത്ത് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എൻ്റെ പുന്നാര ഉപ്പ എന്നുള്ള ഉപ്പാൻ്റെതോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായി ഭാഗമായിട്ടാണ്. അത്ര സ്നേഹം, അത്ര ആദരവ്, അത്ര ബഹുമാനം. പക്ഷെ ഈ ബഹുമാനമോ ഈ സ്നേഹമോ ഒന്നും ഈ പറയുന്ന 10 മക്കൾ, മൂത്തവരായിട്ടുള്ള ജ്യേഷ്ഠന്മാരായിട്ടുള്ള ഇവർക്കില്ല. അതുകൊണ്ടാണ് ഉപ്പയെ വിമർശിക്കുന്ന രീതിയിൽ, ഉപ്പയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, മാലക്ക, നിങ്ങൾക്ക് എന്താണ് ഈ പറ്റിയത്? സാധാരണഗതിയിൽ ഉപ്പയോട് വഴക്കിടുന്ന മക്കൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നത്. ഖുർആൻ തന്നെ മാലക്ക എന്നുള്ള ഈ പദം മറ്റ് പലയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് സൂറത്തു തൗബ. സൂറത്തു തൗബയിലെ 38-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിയാലാണ് മാലക്ക എന്ന് പറയുന്ന ആ പദം പ്രയോഗം എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും ഇലൽ അർള്. അല്ലയോ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ, ഇസ്സാഖത്തും ഇലൽ അർള്, നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ തന്നെ, നിങ്ങളുടെ നാട്ടിൽ തന്നെ അള്ളിപ്പിടിച്ച് കഴിഞ്ഞുകൂടുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടു പോകുന്നില്ല. അറളീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള കച്ചവടം, കൃഷി, അത് മാത്രം ലക്ഷ്യം വെച്ച് അതിൻ്റെ പിറകെ മാത്രം നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ, നിങ്ങൾ വലുതായി കണക്കാക്കുന്ന ഈ ദുനിയാവ്, ഈ ഐഹികമായിട്ടുള്ള സമ്പത്ത്, അത് ആഖിറുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് ഇല്ലാ ഖലീൽ, അത് വളരെ നിസ്സാരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാതെ അതിൽ നിന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഇരിക്കുന്ന ആളുകളെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പദമാണ് മാലക്കും. അപ്പോൾ ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഉപ്പയോട് എന്ത് ചെയ്യുന്നത്? വിമർശന സ്വരത്തിൽ സംസാരിക്കുന്നത്. ലാ തഅമന്ന, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. അല യൂസുഫ്, യൂസുഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. ഇത് ജ്യേഷ്ഠന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇതിനു മുമ്പും പല തവണകളിലായിട്ട് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ ഈ ജ്യേഷ്ഠന്മാർ അനുവാദം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ യാക്കൂബ് അലൈഹിസ്സലാം അനുവാദം കൊടുത്തിട്ടില്ല. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മനസ്സിൻ്റെ അകത്ത് പേടിയുണ്ട്, ഇവരെന്തെങ്കിലും യൂസുഫ് അലൈഹിസ്സലാമിനെ ചെയ്ത് കളയുമോ, അസൂയ കാരണം വല്ലതും ചെയ്യുമോ എന്ന് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് അനുവാദം കൊടുത്തിട്ടില്ല.
അനുവാദം ലഭിക്കാതായപ്പോൾ വീണ്ടും വീണ്ടും അവസാനത്തെ പടിയായിട്ട് ചോദിക്കാൻ ലാ തഅമ്മന്ന അലാ യൂസുഫ്, യൂസുഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? എന്താ ഞങ്ങൾ യൂസുഫിന് എന്തെങ്കിലും ചെയ്തു കളയോ എന്നൊക്കെ അർത്ഥത്തിൽ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുകയാണ്. വ ഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ തീർച്ചയായും യൂസുഫിനോട് ഗുണകാംക്ഷയുള്ളവരാണ്. ഇവിടെ അറബി ഭാഷാ നിയമപ്രകാരം ഇന്ന എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇന്ന, തീർച്ചയായും എന്നർത്ഥം. ഗുണകാംക്ഷയുള്ളവർ എന്നുള്ള പദമാണ് നാസിഹൂൻ. ആ പദത്തിൻ്റെ കൂടെ ലാം എന്ന് പറയുന്നൊരു അക്ഷരം കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി വന്നാൽ ഞങ്ങൾ തീർച്ചയായും യൂസുഫിനോട് അതിയായി ഗുണകാംക്ഷയുള്ളവർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും തന്നെയാണ് എന്നർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഈ ഇന്നയും ലാമൊക്കെ ഉപയോഗിക്കുക. ഇത് അറബി ബലാഗയുടെ നിയമപ്രകാരം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ആവർത്തിച്ചാവർത്തിച്ച് ഇത്തരത്തിലുള്ള ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എന്നൊക്കെ അർത്ഥം വരുന്ന ഇത്തരം അക്ഷരങ്ങൾ ഉപയോഗിക്കും. മീൻസ് ഉപ്പാൻ അത്രത്തോളം അവർ നിർബന്ധിപ്പിക്കുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാം സമ്മതിക്കുന്നില്ല. ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് യാക്കൂബ് അലൈഹിസ്സലാം അവസാനം അനുവാദം നൽകുന്നത്. ഇവിടെ വളരെ മനോഹരമായ മറ്റൊരു കാര്യമുണ്ട്. ഖാലൂ യാ അബാനാ മാ ലക ലാ തഅമന്നാ അലാ യൂസുഫ എന്ന് നമ്മൾ ഓതുന്നിടത്ത് ശരിക്കും ലാ തഅമന്ന എന്നുള്ള പദം ലാ തഅമനുന എന്നാണ്. ലാ തഅമനുന, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ലാ തഅമനുന എന്നുള്ളത് പരസ്പരം സംയോജിപ്പിച്ച് ലാ തഅമന്ന എന്നാക്കിയിരിക്കുകയാണ്. മീം 2 നൂൻ, അതാണ് ശരിക്കും അവിടെ ഉള്ളത്. പക്ഷെ അവിടെയുള്ള 2 നൂനിനെ ജോയിൻ്റ് ചെയ്ത് ഒരൊറ്റ നൂനാക്കി ഷദ് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും തജ്വീദിൻ്റെ നിയമപ്രകാരം തജ്വീദിൽ ഇഷ്മാം എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതായത് ലാ തഅമന്ന ലാ തഅമന്ന എന്നാണ് നമ്മൾ ഓതുക, ലാ തഅമന്ന. പക്ഷേ അങ്ങനെ ഓതിയാൽ മാത്രം പോരാ, ലാ തഅമന്ന എന്ന് ഓതുന്നതിന് മുമ്പായി കൊണ്ട് ലാ തഅമന്നു, ഒരു ചുണ്ട് ഒന്ന് കൂർപ്പിക്കണം എന്നൊരു നിയമമുണ്ട്. ചുണ്ടൊന്ന് കൂർപ്പിക്കണം. എന്തിനാണ് ചുണ്ട് കൂർപ്പിക്കണം എന്ന് പറയാൻ കാരണം, ലാ തഅമനുന എന്നാണ് ശരിക്കും ഒറിജിനൽ ഉള്ളത്, ലാ തഅമനുന. അപ്പം നു ലമ്മ് നമ്മൾ പറയുമ്പോൾ ലമ്മു അത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചുണ്ട് കൂർപ്പിക്കും. അപ്പോൾ ഈ നൂന് 2 നൂനുകൾ പരസ്പരം ജോയിൻ ചെയ്താലും അവിടെ ലമ്മ് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് ചുണ്ട് കൂർപ്പിച്ചിട്ട് ഓതണം. ഇതിനാണ് ഇഷ്മാം എന്ന് പറയുന്ന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലാ തഅമന്ന ഒന്ന് ചുണ്ട് കൂർപ്പിച്ചിട്ടാണ് നമ്മളവിടെ മണിക്കുക. ഞാനിത് പറയാനുണ്ടായ സാഹചര്യം ഖുർആനിൻ്റെ സൂക്ഷിപ്പ് എത്രത്തോളം അത്ഭുതകരമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്റിൽ അള്ളാഹു ഖുർആനെ പറ്റി പറയുന്നതാണ്, ഞാനാണ് ഖുർആൻ ഇറക്കിയത്, ഞാൻ തന്നെ ഖുർആനെ സംരക്ഷിക്കും. ഖുർആൻ്റെ സംരക്ഷണം എത്ര വിപുലമായുള്ള അർത്ഥത്തിലാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ആ കലാമില്ലേ, ഖുർആൻ എന്ന് പറയുന്ന കലാമില്ലേ, ഇത് മുഴുവനായിട്ട് അതിലൊരക്ഷരമോ അതിലൊരായത്തോ ഒന്നും വിട്ടുപോകാതെ സൂക്ഷിക്കപ്പെട്ടു അല്ലേ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എങ്ങനെ ഇറങ്ങിയോ അങ്ങനെ ഇന്നത്തെ കാലം വരെ സൂക്ഷിക്കപ്പെട്ടില്ലേ? അതിലേതെങ്കിലും ആയത്ത് നഷ്ടപ്പെട്ടോ? ഏതെങ്കിലും സൂറത്ത് നഷ്ടപ്പെട്ടോ? ഏതെങ്കിലും അക്ഷരങ്ങളോ പദങ്ങളോ നഷ്ടപ്പെട്ടോ? ഇല്ല. അക്ഷരങ്ങളും പദങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നബിതങ്ങൾ ഓതിയ സമയത്ത് നബിതങ്ങളെ വായിൻ്റെ ചുണ്ട് ഒന്ന് കൂർപ്പിച്ചിരുന്നു എന്നുള്ള പോയിന്റ് പോലും നഷ്ടപ്പെട്ടില്ല. അവിടെയാണ് ഖുർആൻ്റെ യജാസ് അമാനുഷിക മനസ്സിലാക്കുന്നത്. ലാ തഅമന്ന എന്ന് ഓതിയാൽ പോരെ, അവിടെ ലാ തഅമന്ന എന്ന് ഓതിയാൽ പോരെ. ഓതുന്ന സമയത്ത് ലാ തഅമന്നക്ക് മുമ്പായിട്ട് ഒന്ന് ചുണ്ടൊന്ന് കൂർപ്പിക്കണം. അങ്ങനെ നിയമം വരാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഓതിയ സമയത്ത് ചുണ്ട് കൂർപ്പിച്ച് ഓതിയിരുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അതത്ര വലിയ അത്ഭുതമാണ്. പ്രവാചകൻ ഓതുന്ന സമയത്ത് പ്രവാചകൻ്റെ നാവ് എവിടെയായിരുന്നു? പ്രവാചകൻ്റെ ചുണ്ടെങ്ങനെയാണ് സ്പർശിച്ചത്? അതുപോലും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു വിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആൻ്റെ ഇഅ്ജാസ്, അത്ഭുതം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന ലാം എന്നുള്ള അക്ഷരം ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിട്ടും ഉറപ്പായിട്ടും എന്നൊക്കെ അർത്ഥം കിട്ടുമെന്ന് പറഞ്ഞല്ലോ.
അള്ളാഹും ഖുർആനെ സൂക്ഷിക്കും എന്ന് പറഞ്ഞ സമയത്തും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇന്നാ ലഹു ലഹാഫിളൂൻ 1, 2, 3 തവണ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്നാവർത്തിച്ചാണ് പറഞ്ഞത്. ഖുർആൻ്റെ അത്ഭുതമാണ്, അമാനുഷികതയാണത്. ആ സഹോദരന്മാർ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് പറയാണ്, അർസിൽഹു, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഞങ്ങളുടെ കൂടെ അർസിൽഹു അയക്കുക, മാന ഞങ്ങളോടൊപ്പം അയക്കുക. അതായത് നാളെ യൽഅബ് അവൻ ഉല്ലസിക്കട്ടെ, വയൽഅബ് അവൻ കളിക്കട്ടെ. വീട്ടിൽ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ വന്നിട്ട് കളിക്കാൻ പറ്റും. ഇവർ പോകുന്നത് ആടിനെ മേക്കാൻ വേണ്ടിയാണ്. ഇന്ന തീർച്ചയായും ഞങ്ങൾ ലഹു ലഹാഫിളൂൻ അവനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നുണ്ട്, ഇന്ന എന്നുള്ളതും ലാം എന്നുള്ളതും ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ സഹോദരന്മാർ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുന്നത് യൂസുഫിനൊന്ന് കളിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്നാണ്. ലാബ് അതൊരു അനുവദനീയമായ കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ യാക്കൂബ് അലൈഹി ഇസ്ലാം യൂസുഫ് അലൈഹി ഇസ്ലാമിന് വിട്ടുകൊടുത്തത്. ഖുർആൻ ലാബിനെ അനുവദിക്കുന്നുണ്ട്, പക്ഷേ അതേ ഖുർആൻ തന്നെ ലഹ്വിനെ അനുവദിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ ശരിക്കും സൂറത്തുൽ ലുഖ്മാൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളാണ്. ആ അർത്ഥത്തിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശം കൂടിയാണ് സൂറത്തുൽ ലുഖ്മാൻ എല്ലാ ആയത്തുകളും. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീഥി ലിയുദുല്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖദഹ ഹുസ്വ ഉലൈക ലഹും അദാബുൻ മുഹീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ ലഹ്വുകൾ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരം ലഹ്വുകൾ ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വൈകേടിലാക്കി കളയും. അവർക്ക് നിന്ദ്യമായ ശിക്ഷ ലഭിക്കും. എന്താ ലഹ്വ് എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ ബുദ്ധിക്കോ മനുഷ്യൻ്റെ ശരീരത്തിനോ യാതൊരു ഉപകാരവും ലഭിക്കാത്ത രീതിയിലുള്ള വിനോദങ്ങൾ, ഫർളായ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലേക്ക് അത്തരം ലഹ്വുകൾ, അത്തരം വിനോദങ്ങൾ കാരണമായി മാറും. അല്ലേ? ഖുർആൻ തുടർന്നുള്ള ആയത്ത് പറയുന്നുണ്ട്, വൈദാ തുത്ല അലൈഹി ആയാതുന വല്ല മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ഉദാഹരണത്തിന് നമ്മളെ കുട്ടികളൊക്കെ അധിക സമയവും ഇന്നത്തെ കാലത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കാലഘട്ടത്തിലൊന്നുമില്ല, ഇന്നത്തെ കാലത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിലും ടാബിലും കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഗെയിമുകൾ, അത് വലിയ അഡിക്ഷനിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും. വലിയ മാനസികമായിട്ടുള്ള ഡിപ്രഷനിലേക്കും അഡിക്ഷനിലേക്കും കൊണ്ടുപോകും. ഇപ്പോൾ സാധാരണഗതിയിൽ പത്രത്തിലൊക്കെ നമ്മൾ അമേരിക്കയിലൊക്കെ വായിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളാണ്, ചില കുട്ടികൾ സ്കൂളുകളിലേക്ക് തോക്കുമെടുത്ത് കടന്നുപോയി അവിടെയുള്ള കുട്ടികളൊക്കെ വെടിവെച്ച് കൊന്നു. അങ്ങനൊരു മോട്ടീവ്, യാതൊരു വികാരമില്ലാതെ കുട്ടികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു പവർ അവർക്ക് കിട്ടിയത് ഇത്തരം വീഡിയോ ഗെയിമുകൾ കൂടിയാണ്. വീഡിയോ ഗെയിമിൽ ചെയ്യുന്നതാണ്, കൊല്ലുന്നതാണ്, കാറ് തട്ടിപ്പറിച്ചെടുക്കുന്നതാണ്, തൻ്റെ കൂടെ മത്സരിക്കുന്ന മറ്റ് എനിമീസിനൊക്കെ കൊല്ലുന്നതാണ്. ഇപ്പോൾ ഇത്തരം ഗെയിംസുകളൊക്കെ അധിക വിപുലമായ രീതിയിലാണ് നടക്കുന്നത്. അതായത് ഒരു കുട്ടി ഇവിടെ ഉണ്ടാകുക, വേറൊരു കുട്ടി വേറെ രാജ്യത്താണ് ഉണ്ടാകുക. ഇവർക്ക് എന്ത് ചെയ്യും? ടീമായിട്ട് കമ്പയർ ആയിട്ട് കളിക്കാൻ പറ്റും. കളിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാൻ പറ്റും. സംസാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഗെയിം കളിക്കുക. ഇവിടെയുള്ള ആളും അവിടെയുള്ള ആളും പരസ്പരം കണക്റ്റഡായിട്ട് സംസാരിച്ചുകൊണ്ടാണ് കളിക്കുക. അത് കുട്ടികളെയൊക്കെ വളരെ അപകടത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ഖുർആൻ ഇവിടെ പറഞ്ഞു നോക്കൂ, ഇങ്ങനെയുള്ള ലഹ്വിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ എത്ര ഖുർആനായത്ത് കേട്ടാലും അവരുടെ ചെവിക്കകത്തേക്ക് അത് കയറിപ്പോവില്ല. എന്ത് നന്മ നമ്മൾ പറഞ്ഞു കൊടുത്താലും, രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ കുട്ടികളോട് എന്ത് നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും വല്ല മുസ്തക്ബർ, ഒരു കിബറന്മാരായിരിക്കും, അഹങ്കാരികളായിരിക്കും. ഉപ്പാനെയും ഉമ്മാനെയും അനുസരിക്കാൻ നിൽക്കൂല. കഅന്ന ഫീ ഉദ്നൈഹി വഖറ, ചെവി കേൾക്കാത്തവരെ പോലെ, ചെവി അടച്ചവരെ പോലെ ആയിരിക്കും അത്. അപ്പോൾ അത്തരം ലഹ്വുകളിലേക്ക് കുട്ടികൾ പോകുന്നത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് അൾട്ടർനേറ്റീവ് ഓപ്ഷൻ കൊടുക്കണം. അല്ലാതെ നീ ഗെയിം കളിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ച് വാങ്ങിയത് കൊണ്ട് കുട്ടിക്ക് ദേഷ്യം പിടിക്കുകയുള്ളൂ. കുട്ടിക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ടാകണം. വേറെ ഓപ്ഷൻ എന്താ? വേറെ ഓപ്ഷൻ ലാബുകളാണ്. അതുകൊണ്ട് ലാബിനെ ഇസ്ലാമും ഖുർആനും ഒക്കെ അനുവദിക്കുന്നുണ്ട്. എന്താ ലാബ് എന്ന് പറഞ്ഞാൽ? കുട്ടികളുടെ ശരീരത്തിനും മനസ്സിനും ഉപകാരപ്രദമാകുന്ന വിനോദങ്ങൾ, ഫർളായ കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റാത്ത വിനോദങ്ങൾ. ഉദാഹരണത്തിന് നീന്തം പഠിക്കുക. കുട്ടികളൊക്കെ നമ്മൾ തന്നെ നീന്തം പഠിപ്പിക്കണം. ടൂർ കൊണ്ടുപോവുക, ഫുട്ബോൾ പോലുള്ള മറ്റ് ഗെയിംസുകൾ, മറ്റ് കളികൾ, അത്തരം കളികളൊക്കെ പരമാവധി
കുട്ടികളെ കളിക്കാൻ നിർബന്ധിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു തമാശയുണ്ട്, ഒരു കുട്ടി വീട്ടിൻ്റെ അകത്ത് തന്നെ മൊബൈലിൽ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പാക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഗെയിമും കളിച്ച് വീട്ടിലിരിക്കല്ല, വീട്ടിൻ്റെ പുറത്തേക്ക് പോയിട്ട് വീട്ടിൻ്റെ പുറത്തുനിന്ന് കളിക്കുക ചെയ്യുക. നീ തീരെ പുറത്തിറങ്ങുന്നില്ല, മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ ഉപ്പ അങ്ങനെയൊക്കെ പറയാൻ എന്ത് ചെയ്ത് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി, വീട്ടിൻ്റെ പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഉപ്പ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അവൻ വീട്ടിൻ്റെ പുറത്തുള്ള തെങ്ങിൻ്റെ ഓട്ടിൽ ചെന്നിരുന്നിട്ട് ഗെയിം കളിക്കുകയാണ്, മൊബൈൽ ഗെയിം കളിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് അതല്ലാത്ത വേറെ കളികൾ അറിയില്ല, കുട്ടികൾക്ക് വേറെ കളികൾ അറിയില്ല. അപ്പോൾ കുട്ടികളെ അത്തരം കളികളിലേക്ക് എത്തിക്കേണ്ട നമ്മളെ ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ കളിക്കട്ടെ, യൂസുഫ് അലൈഹി സ്വലാം കുറച്ച് കളിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് യാക്കൂബ് അലൈഹി സ്വലാമിനോട് സഹോദരന്മാർ അനുവാദം ചോദിക്കുന്നത്. ഖാൽ, അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാം പറയാണ്, ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി, യൂസുഫ് നിങ്ങളുടെ കൂടെ വരുന്നത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കും. ശരിക്കും എത്രത്തോളം യാക്കൂബ് അലൈഹി ഇസ്ലാമിന് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് സ്നേഹമുണ്ട് എന്ന ഈ ഒരൊറ്റ ആയത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ല ഞങ്ങളുടെ കൂടെ വിടണമെന്ന് ആവശ്യപ്പെട്ടത്, ഒരൊറ്റ ദിവസം. ഇവർ ആടിനെ മേക്കാൻ പോകുന്നവരാണല്ലോ, ആടിനെ മേക്കാൻ പോകുന്ന ആളുകൾ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരും. അത് സൂറത്തുൽ യൂസുഫിൽ തന്നെ 16-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അന്നത്തെ വൈകുന്നേരം ഒരു ഇശാ നമസ്കാര സമയമാകുമ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി വന്നു, രാത്രി മടങ്ങി വന്നു എന്നുണ്ട്. രാവിലെ പോയാൽ വൈകുന്നേരം വരും. അപ്പോൾ ഒരു പകലിരവ് പോലും തൻ്റെ മകനെ കാണാതിരിക്കാൻ പറ്റാത്ത അത്ര സ്നേഹം യാക്കൂബ് അലൈഹി ഇസ്ലാമിന് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഓടുണ്ട്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം ഒന്നല്ല, അത്ര ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അവനെയും കൊണ്ട് പോയാൽ അതെനിക്ക് വലിയ വിഷമമുണ്ടാക്കും. രണ്ടാമത്തത് അഖാഫു അൻ യഅകുലഹു الذئബു വഅൻതും അൻഹു ഗാഫിലൂൻ. അഖാഫു ഞാൻ ഭയപ്പെടുന്നു, അൻ യഅകുലഹു الذئബു അവനെ ചെന്നായി തിന്നുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ബൈബിളിലൊക്കെ അന്നത്തെ കാലത്തെ നാട്ടിൽ കനാൻ പ്രദേശത്ത്, ഫലസ്തീൻ പ്രദേശത്ത് എല്ലാം ചെന്നായികൾ നന്നായി ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രരേഖകൾ വായിക്കാൻ സാധിക്കും. പഴയ കാലങ്ങളിട്ടൊക്കെയല്ലേ ആടിന് വെക്കാനൊക്കെ അവർ പോവുക. പൊതുവെ വന മേഖലയിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ ആകുമല്ലോ. അത്തരം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കടുവ പോലുള്ള ചെന്നായി പോലുകളിലുള്ള ജീവികളുണ്ടാവും. അത് കുട്ടികളൊക്കെ പെട്ടെന്ന് വേട്ടയാടി പിടിക്കും. ചെന്നായികൾ ഒറ്റക്കല്ലാതെ വേട്ടയാടുക, ചെന്നായികൾ കൂട്ടമായിട്ടാണ് വേട്ടയാടുക, ഒരു കൂട്ടമായിട്ടാണ് വേട്ടയാടുക. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടൽ വലിയ പ്രയാസമാണ്. അപ്പോൾ യൂസുഫിനെ ചെന്നായി പിടിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വഅൻതും അൻഹു ഗാഫിലൂൻ, വഅൻതും നിങ്ങളായിരിക്കെ അൻഹു യൂസുഫിനെ സംബന്ധിച്ച് ഗാഫിലൂൻ അശ്രദ്ധരായിരിക്കെ. ഇവിടെ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. സാധാരണഗതിയിൽ പാരൻറ്റിങ് സൈക്കോളജി മനഃശാസ്ത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഒരിക്കലും കുഞ്ഞുങ്ങളെ നമ്മൾ സംശയിക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നാൻ പാടില്ല. അത് വലിയൊരു ഗ്യാപ്പ് മാതാപിതാക്കളുടെയും മക്കളുടെ ഇടയിലും ഉണ്ടാക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളെ കുഞ്ഞ് അല്ല മകൾ വീട്ടിൻ്റെ റൂമിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഫോൺ നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പെട്ടെന്ന് കയറിപ്പോയി. അവൾ കാണുക, ആ ഫോൺ എടുത്തു, അതിലെ ഹിസ്റ്ററി എടുത്തു, എന്താണ് ഇവൾ കണ്ടതെന്ന് നോക്കി. അത് വലിയ മാനസികാഘാതം ഉണ്ടാക്കും. കുട്ടികൾ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ എന്തോ കാണുമായിരുന്നു, പെട്ടെന്ന് ലാപ്ടോപ്പ് അവിടെ നിന്ന് എണീച്ച് മാറിയ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് തുറന്നിട്ട് ഹിസ്റ്ററിയിൽ എന്താ എത്ര നേരം കണ്ടോ നോക്കുക. അത് കുട്ടികൾ കാണുകയെ നമ്മൾ നോക്കാൻ പാടില്ല. അത് നോക്കിയാൽ എന്താ പ്രശ്നം? അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കുട്ടികളെ സംശയിക്കുന്നെന്ന് കുട്ടികൾ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്തു മകനെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞയച്ചു, മകൻ എന്ത് ചെയ്തു, തിരിച്ചൊരു 200 രൂപ കൊണ്ട് തന്നു. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുക, അതിനത്തുറുപ്പ്യേ, ഇതിനത്തുറുപ്പ്യേ, അതിനത്തുറുപ്പ്യേ, ഇതിനത്തുറുപ്പ്യേ ആയിട്ട് കണക്കെടുക്കുക. അപ്പോൾ കണക്കെടുക്കൊക്കെ വളരെ കൃത്യമായിട്ട് കണക്കെടുത്ത് പ്രയാസപ്പെടുത്തുമ്പോൾ മകൻ എന്ത് വിചാരിക്കും, ഞാൻ ഇതിൽ നിന്ന് എന്തോ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് ഉപ്പ എന്നെ സംശയിക്കുന്നു എന്ന് കുട്ടി ചിന്തിക്കല്ലോ. അത്തരം ഉപ്പ എന്നെ സംശയിക്കുന്നു എന്ന് മകൾക്കും മകൻക്കും തോന്നലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കിടയിൽ വലിയ മാനസികമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാക്കൂബ് അലൈഹി സ്വലാം ഇവിടെ ആ പദം ഉപയോഗിച്ചത്. നിങ്ങൾ മനഃപൂർവ്വം യൂസുഫ് അലൈഹി സ്വലാമിനെ ചെന്നായിക്ക് കൊടുക്കൂല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ യാക്കൂബ് കൊണ്ടുപോകില്ല, ചെന്നായ യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ടുപോകില്ല. മറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരിക്കെ, നിങ്ങൾ അറിയാത്തവരായിരിക്കെ, നിങ്ങൾ ഉറങ്ങുന്നവരായിരിക്കെ, അല്ലെ നിങ്ങൾ കുറച്ചങ്ങോട്ടേക്ക് മാറിപ്പോകുന്ന സമയത്തായിരിക്കും കൊണ്ടുപോവുക.
അപ്പോഴും ആ 10 സഹോദരന്മാരുടെ കൂടെ നിൽക്കുകയാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം. നിങ്ങൾക്ക് യൂസുഫിനോട് വലിയ ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് നല്ല സ്നേഹമുണ്ട്. അഥവാ അങ്ങനെ ഓനെ ചെന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം കൊണ്ടായിരിക്കില്ല, നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട്, അല്ലെ നിങ്ങളൊന്ന് അശ്രദ്ധമായതുകൊണ്ടായിരിക്കും. നിങ്ങൾ മനഃപൂർവ്വം അവനെ ചെന്നായി കിട്ടുകൊടുക്കൂല. അതേ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് തന്നെ നന്നായിട്ട് അറിയാം ഈ സഹോദരന്മാർക്ക് യൂസുഫിനോട് ദേഷ്യമുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ സ്വപ്നം കണ്ടു എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് യൂസുഫ് അലൈഹി ഇസ്ലാം വന്ന് പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞത്? ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദ. നീ നിൻ്റെ സഹോദരന്മാരോട് ഈ സ്വപ്നം കണ്ട കാര്യം പറയരുത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്നോട് കുതന്ത്രം ഉപയോഗിക്കും. ഇതാർക്കറിയാം? യാക്കൂബ് അലൈഹി ഇസ്ലാമിന് അറിയാം. അതറിഞ്ഞിട്ടും യാക്കൂബ് അലൈഹി ഇസ്ലാം ഈ 10 മക്കളോട് പെരുമാറുന്ന എങ്ങനെയാ? നിങ്ങൾക്ക് യൂസുഫിനോട് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് യൂസുഫിനോട് ആദരവുണ്ട്, നിങ്ങൾ അശ്രദ്ധരായിരിക്കെ മാത്രമാണ് യൂസുഫിനെ ചെന്നായി കൊണ്ടുപോവുക എന്ന് മാത്രമല്ല, ഈ സ്വപ്നം യൂസുഫ് അലൈഹി ഇസ്ലാം വന്ന് ഉപ്പാനോട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പറയുന്ന സമയത്ത് ഇത് സഹോദരന്മാരോട് പറഞ്ഞു കൊടുക്കരുത് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഈ 10 മക്കളോട് സംശയം ഉണ്ടാവും, തൻ്റെ ജ്യേഷ്ഠന്മാരോട് ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ഫയക്കീദു ലക കൈദ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. അഥവാ നിൻ്റെ സഹോദരന്മാർക്ക് നിന്നോട് വല്ല ദേഷ്യമോ ഈർഷ്യതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർ കുറ്റക്കാരല്ല, അവരെ കൊണ്ട് നിന്നോട് ദേഷ്യം ഉണ്ടാക്കിയത് ശൈത്താനാണ്. ശൈത്താനാണ് ഇതിന് കുറ്റവാളി. കുറ്റൊക്കെ ആരുടെ മേത്താണ് ഇടുന്നത്? ശൈത്താനാണിത്. അതുകൊണ്ട് തന്നെ അന്ന് ആ പറഞ്ഞ സമയത്തും യൂസുഫ് അലൈഹി ഇസ്ലാമിന് തൻ്റെ സഹോദരന്മാരോട് ദേഷ്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഈ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥയുടെ അവസാനത്തിൽ മനസ്സിലാക്കുന്നില്ലേ? യൂസുഫ് അലൈഹി ഇസ്ലാം ഈജിപ്തിലെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് കുറ്റം സമ്മതിക്കുന്നില്ലേ? ആ കുറ്റം സമ്മതിക്കുന്ന സമയത്തും യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വഖദ് അഹ്സന ബി ഇദ് അഖറജനി മിനസ് സിജ്നി വജാഅ ബികും മിനൽ ബദവി മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി. എൻ്റെയും എൻ്റെ സഹോദരന്മാർക്കിടയിലും വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കിയത് ഷെയ്ത്താനാണ്. യൂസുഫ് അലൈഹി ഇസ്ലാം കുറ്റം ആരുടെ മേത്താടുന്നത്? ഷെയ്ത്താൻ്റെ മുകളിലാണ് ഇടുന്നത്, തൻ്റെ സഹോദരന്മാരുടെ മേത്തിടുന്നില്ല. യാക്കൂബ് അലൈഹി ഇസ്ലാമും യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റം ആരുടെ മേലായിടുന്നത്? ഷെയ്ത്താൻ്റെ മേലായിടുന്നത്. ഇതെന്തിനെങ്ങനെ ചെയ്യുന്നത്? സഹോദരന്മാർക്കിടയിൽ പരസ്പരം ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. അത് യാക്കൂബ് അലൈഹി ഇസ്ലാം. ഇതൊക്കെ വളരെ പേരൻറ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഉപ്പ ഒരിക്കലും തൻ്റെ മക്കൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു സംസാരം പറയാൻ പാടില്ല. ഇപ്പം ജ്യേഷ്ഠൻ അനിയനെ പറ്റി ഒരു കാര്യം പറഞ്ഞത് ഉപ്പാനോടാണ്. നമ്മളൊരിക്കലും അനിയനോട് ജ്യേഷ്ഠൻ നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പാടില്ല. അത് ജ്യേഷ്ഠനിയന്മാർക്കിടയിൽ നമ്മുടെ മക്കൾക്കിടയിൽ പരസ്പരം ദേഷ്യവും വിദ്വേഷവും ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് പല ജ്യേഷ്ഠനിയന്മാർ തമ്മിലുള്ള പ്രശ്നത്തിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഉമ്മയായിരിക്കും ഇവർ പരസ്പരം തെറ്റിക്കുക. മൂത്ത ജ്യേഷ്ഠൻ ഉമ്മാനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അനിയനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക. അത് ഉമ്മ ഒരു വള്ളി പുള്ളി പോലും തെറ്റാതെ ആരോട് പറഞ്ഞെടുക്കും? അനിയനോട് പറഞ്ഞെടുക്കും, അല്ലെങ്കിൽ പങ്ങളോട് പറഞ്ഞെടുക്കും. അതോടുകൂടി തെറ്റൂലേ? നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞെന്ന് അറിയൂലേ, ഓൾ അങ്ങനെ പറഞ്ഞെന്ന് അറിയൂലേ, ഓൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതോടുകൂടി തെറ്റ്. അപ്പോൾ അതൊക്കെ യാക്കൂബ് അലൈഹി ഇസ്ലാം ശ്രദ്ധിക്കുകയാണ്. രണ്ടാമത്തത്, ഞാൻ നിങ്ങളെ സംശയിക്കുന്നു എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാം ഒരു നിമിഷത്തിൽ പോലും ആ മക്കൾക്ക് തോന്നലുണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് അൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അശ്രദ്ധരായിരിക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു സമയത്തേക്കും കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരിക്കലും യൂസുഫിനെ കൊണ്ടുപോകില്ല എന്നുള്ള അർത്ഥത്തിലാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം മറ്റ് 10 സഹോദരന്മാരോട് സംസാരിക്കുന്നത്. ഖാലു, അപ്പോൾ ആ സഹോദരന്മാർ പറയാണ്, ലൈൻ അക്കലഹു ദിഅ്ബു വനഹ്നു അസ്ബ, ഞങ്ങൾ പ്രബലമായൊരു സംഘമാണ്, 10 പേരായ നല്ല ദൃഢഗാത്രരായിട്ടുള്ള യുവാക്കളാണ്. ഞങ്ങളുണ്ടായിരിക്കെ അവനെ ചെന്നായി കൊണ്ടുപോവുകയോ, അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്നാ ഇതല്ല ഖാസിറൂൻ, ഞങ്ങൾ വലിയ നഷ്ടക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ, ഞങ്ങൾ നാണം കെട്ടൂലേ, ഞങ്ങളോട് നാട്ടുകാരും സമൂഹമൊക്കെ ചോദിക്കൂലേ, നിങ്ങൾ എന്ത് ജ്യേഷ്ഠന്മാരാണ്, നിങ്ങൾ നോക്കിയിരിക്കുക, നിങ്ങളുടെ അനിയനെ ചെന്നായി കൊണ്ടുപോയില്ലേ എന്ന് ഞങ്ങൾ അപമാനിക്കൂലേ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല എന്ന് ഈ 10 സഹോദരന്മാർ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് പറയാണ്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൻ്റെ ഉപ്പയുടെ വിശ്വസ്തത നേടിയെടുക്കാൻ വേണ്ടി 3 ആയത്തിൽ തുടർച്ചയായിട്ട് എന്താണ് സഹോദരന്മാർ ഉപ്പയോട് പറയുന്നത്? ഇന്നാ ലഹു ലഹാഫിളൂൻ, യൂസുഫിനെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊള്ളും. ഇന്നാ ലഹു ലനാസിഹുൻ, യൂസുഫിനോട് വലിയ ഗുണകാംക്ഷയുള്ളവരാണ് ഞങ്ങൾ. ഇന്നാ ലഖാസിറുൻ, അഥവാ അങ്ങനെ യൂസുഫിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ പരാജയരാണ്. ആവർത്തിച്ച് 3 ആയത്തിലും ഇന്ന എന്നും ലാം എന്നൊക്കെ ഇട്ട് ആവർത്തിച്ച് സ്ട്രോങ് ആക്കിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. മീൻസ് കളവ് പറയുക മാത്രമല്ല ചെയ്യുന്നത്, ആ കളവ് പറയുന്നത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പരമാവധി ആവർത്തിച്ച് പറയുകയാണ്. അത് ശ്രദ്ധിക്കണം. മുനാഫിക്കങ്ങളുടെ സ്വഭാവമാണത്. പുറത്തൊന്ന് പ്രകടിപ്പിക്കുകയും ഉള്ളിൽ മറ്റൊന്നും കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ആവർത്തിച്ച് സത്യമൊക്കെ ഇടുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഫുൾ 100% അവൻ മുനാഫിക്കാണ്. ഇനിയില്ല 4 ഇല്ല, 3, ഞാൻ പറയുന്ന 3 സ്വഭാവങ്ങളുള്ളെങ്കിൽ അവൻ 3% മുനാഫിക്കാണ്. ഇനി 4 ഇല്ല, 2 സ്വഭാവമാണുള്ളെങ്കിൽ അവൻ 0.5% മുനാഫിക്കാണ്. തുടർന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതെന്തൊക്കെയാണ്? ഒന്നാമത് ഇത് തുമിന ഖാന, വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കും. നമ്മളൊരു ചങ്ങാതി ബിസിനസ്സിൽ പാർട്ട്ണർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളങ്ങനെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് നമുക്ക് തരാതെ പറ്റിച്ചു, നമ്മൾ പറ്റിച്ചു. അത് വിശ്വസിച്ചേൽപ്പിച്ച കാര്യത്തിൽ വിശ്വാസവഞ്ചന കാണിക്കലാണ്, ചതി കാണിക്കലാണ്. അത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. രണ്ടാമത്തെ എന്താണ്? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ കളവ് പറയും. അതൊരു മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചൊരു അനുഭവം ഉണ്ടാകും. കേരളത്തിലെ 3 പേർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ചു. അവസാനം ഒരാൾ മുഖ്യമന്ത്രിയായി, ബാക്കി 2 പേരും ആയില്ല. അതിലൊരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരാളോട് ചോദിച്ചു, ചർച്ചകൾ നടന്നതിനടുത്തത് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ തീരുമാനിച്ചു. ഓക്കെ. വേറൊരാൾ മറുപടി പറഞ്ഞത്, ഞാൻ അത് സംസാരിക്കാനൊന്നുമല്ല ഹൈക്കമാൻഡിൽ പോയത്, ഞങ്ങൾ വേറെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡിൽ പോയത്. മധ്യപ്രദേശിലെ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡൽഹി വരെ സംസാരിക്കാൻ പോയത്. അത് കളവ് പറയലാണ്. ഭരണാധികാരികൾ, ഭരണം നടത്തുന്ന ആളുകൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായുള്ള ഹദീത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പേർ, ആ 3 പേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ല, അവരെ ഖിയാമത്ത് നാളിൽ നോക്കുക പോലുമില്ല, അവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷയുണ്ട്. ആ 3 പേരിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, 1 വ്യഭിചാരിയായ വൃദ്ധൻ. ഒരു യുവാവ് വ്യഭിചരിച്ചാൽ അയാൾ തൻ്റെ വികാരത്തിൻ്റെ സാഹചര്യം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു യുവാവ് വ്യഭിചരിച്ചു. പക്ഷെ അതുപോലെയല്ല ഒരു വൃദ്ധൻ വ്യഭിചരിക്കുക എന്നുള്ളത്. കാരണം വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ലൈംഗിക ആസക്തി എല്ലാം കഴിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ്. അത്തരം ഘട്ടത്തിലും ഒരാൾ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുതരാണ്. രണ്ടാമത്തത് മലിക്കുൻ കദ്ദാബുൻ, കളവ് പറയുന്ന ഭരണാധികാരി. കാരണം ഒരു ഭരണാധികാരി കളവ് പറയുന്നുണ്ടെങ്കിൽ ആരോടാ കളവ് പറയുക? ഉമ്മാനോടാണോ? അല്ല, ജനങ്ങളോടാണ്. ജനങ്ങളോട് ഒരു ഭരണാധികാരി കളവ് പറയുന്നുണ്ടെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കലാണ്, ചതിക്കലാണ്. അപ്പം ഭരണാധികാരികൾ കളവ് പറയാൻ പാടില്ല. ഫക്കീറും മുഖ്താൽ, ദരിദ്രൻ, അഹങ്കാരിയായ ദരിദ്രൻ. ഒരാൾ പരമദരിദ്രനാണ്, അയാളെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ വലിയ അഹങ്കാരമാണ്. അതെല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാം. സമ്പത്തിൽ മാത്രമല്ല, ഇൽമിൽ ഉപയോഗിക്കാം. ഒരാളുടെ കയ്യിൽ ഒരു ഇൽമുമില്ല, ഒരു അറിവുമില്ല. ഇൽമിൻ്റെ കാര്യത്തിൽ അയാൾ ഫക്കീറാണ്, ദരിദ്രനാണ്, പക്ഷെ എനിക്ക് വലിയ ഇൽമുണ്ടെന്ന് അയാൾ അഹങ്കരിക്കുക. ഒരു സമ്പന്നനെ അഹങ്കരിച്ചു പോകൽ സ്വാഭാവികമാണ്, അഹങ്കാരം അയാൾക്ക് ഉണ്ടാവാം. പക്ഷെ ഒരു ഫക്കീറിനെ അഹങ്കരിക്കാൻ എന്ത് ന്യായമുള്ളത്? അപ്പോൾ ഈ 3 പേരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമത് സംസാരിച്ചാൽ കളവ് പറയലാണ് ഒരു മുനാഫിക്കിൻ്റെ അടയാളം. മൂന്നാമത്തത് വൈദാ ആഹദ ഗദറ, കരാർ ചെയ്താൽ അത് വഞ്ചിക്കും, ലംഘിക്കും. എന്തെങ്കിലും കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഒരു കരാറിലായി കഴിഞ്ഞാൽ ലംഘിക്കും. മനസ്സിലായില്ല? വൈദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ ചീത്ത പറയും. തർക്കമൊക്കെ ഉണ്ടായാലും സ്വാഭാവികമാണ്. മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. കച്ചവടത്തിലാവട്ടെ,
സാമൂഹിക ബന്ധത്തിലാട്ടെ, ജ്യേഷ്ഠനിയന്മാർക്കിടയിലാട്ടെ. പക്ഷെ എത്ര തർക്കിച്ചാലും നമ്മുടെ വായിൽ നിന്ന് ഫജറ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം തെറിവാക്കുകൾ ഉപയോഗിക്കാമെന്നാണ്, മോശം വാക്കുകൾ ഉപയോഗിക്കുക. അത് വായിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ 100% മുനാഫിക്കാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സംസാരിക്കും, ദേഷ്യം പിടിക്കുമ്പോൾ വായിന്ന് അതിങ്ങ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ 100% മുനാഫിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലമ്മാ ദഹബൂ ബിഹി വഅജ്മഉ അൻ യജഅലുഹു ഫി ഗയാബത്തിൽ ജുബ്. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെയും കൊണ്ടുപോയി യാക്കൂബ് അലൈഹിസ്സലാം അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. വഅജ്മഉ അവർ തീരുമാനിച്ചു അൻ യജഅലുഹു യൂസുഫ് അലൈഹിസ്സലാമിനെ ഇടുവാൻ ഫി ഗയാബത്തിൽ ജുബ് കിണറ്റിൻ്റെ അഗാധങ്ങളിൽ, കിണറ്റിൻ്റെ ആഴങ്ങളിൽ അദ്ദേഹത്തെ ഇടുവാൻ തീരുമാനിച്ചു. ഇവിടെ കിണറ്റിലേക്ക് ഇടുക മാത്രമല്ല ചെയ്യുന്നത്. ബൈബിളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ 37-ാം സുവിശേഷത്തിൽ ഷെഗയം എന്ന് പറയുന്ന ജെറൂസലേമിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോകുമ്പോൾ വളരെ സ്നേഹത്തിലാണ് കൊണ്ടുപോകുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തോളിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ യുവാക്കൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഉണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ കണ്ണ് തെറ്റില്ലേ? യൂസുഫ് അവിടെ നിന്ന് അകന്ന് ദൂരത്തെത്തിയ സമയത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നിലത്തിട്ട് കളഞ്ഞു. മേച്ചിൻ പുറത്തെത്തുന്നവരെ അവൻ ഉപദ്രവിച്ചു. അവിടെ വെച്ച് ഒരുപാട് പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു. കൈകാലുകൾ കെട്ടിയിട്ട് വളരെയധികം പീഡിപ്പിച്ചു, ഉപദ്രവിച്ചതിന് ശേഷമാണ് കിണറ്റിലിടുന്നതെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷേ ഖുർആൻ അതൊന്നും പറയുന്നില്ല. ഖുർആൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ട് യാക്കൂബിൻ്റെ സഹോദരന്മാർ പോകുന്നു, അവരെല്ലാവരും കൂടി യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിടുന്നു എന്നാണ് പറയുന്നത്. ഗയാബത്തുൽ ജുബ്, കിണറ്റിൻ്റെ അഗാധങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എത്ര വലിയ അത്ഭുതമാണ്. ഒരുപാട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന മൂമെൻറ്റിൽ കൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഒന്ന് കിണറ്റിലിടുക, അതും ആരുമില്ലാത്തൊരു നാട്ടിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷ അസ്തമിക്കുന്നൊരു സമയമാണ്. ഇനി കിണറ്റിൽ നിന്ന് ആരാ എടുത്തത്? ഒരു യാത്രാ സംഘം എടുത്തത്. ആ യാത്രാ സംഘം അദ്ദേഹത്തെ അടിമയായിട്ട് ഈജിപ്ത് കൊണ്ടുവച്ച് വിറ്റു. അപ്പോൾ അടിമയാവുക എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന സമയമാണ്. മൂന്നാമത്തത് മറ്റ് നബിമാരൊന്നും അനുഭവിക്കാത്ത രീതിയിൽ ജയിൽ ജീവിതം അനുഭവിച്ച മനുഷ്യനാണ് യൂസുഫ് അലൈഹി ഇസ്ലാം. അപ്പോൾ ജയിലിൽ കിടക്കുക എന്നുള്ളതും ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നതാണ്. അന്നത്തെ കാലത്തെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ 10 വർഷമോ 5 വർഷമോ ജയിലിൽ കിടക്കുക എന്ന അർത്ഥത്തിലല്ല ജയിലിടുക, മറിച്ച് മരണം വരെ ജയിലിടുക എന്നുള്ള അർത്ഥത്തിലാണ് അന്നത്തെ കാലത്ത് ജയിലിടുക. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈജിപ്തിലെ ജയിലിൽ യൂസുഫ് അലൈഹി ഇസ്ലാം അടക്കപ്പെട്ടത്. അപ്പോൾ ജീവിതത്തിലെ 3 തവണകളിൽ പൂർണ്ണമായും പ്രതീക്ഷ അസ്തമിക്കുന്ന, നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ കൂടി യൂസുഫ് അലൈഹി ഇസ്ലാം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ച് സ്മരണയുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടില്ല. അപ്പോഴും അവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവും. ഖയാബത്തുൽ ജുബ്, കിണറ്റിൻ്റെ അഗാധങ്ങളിലിട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് എന്തൊക്കെ ക്രൂരതകൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാവുന്നത്? അവിടെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥ, എത്ര മനോഹരമായിട്ടുള്ള കഥ നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അതൊന്നും പറയാത്തത്? അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഇടിച്ചതിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഉപദ്രവിച്ചതിനെ പറ്റി പറഞ്ഞിട്ടില്ല, കൈകാലുകൾ കെട്ടിയതിനെ പറ്റി പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥ അഹ്സനുൽ ഖസസ് എന്ന ഏറ്റവും നല്ല കഥയാവുന്നത്. ലോകത്തുള്ള മറ്റെല്ലാ കഥകളെക്കാൾ ഏറ്റവും നല്ല കഥയാവുന്നത്. കാരണം ഒരു സിനിമ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു നോവൽ എഴുതുന്ന നോവലിസ്റ്റ്, അയാൾ നോവൽ എഴുതുകയാണ്, സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രത്തിന് ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതം ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് ഗുണ്ടകൾ വന്ന് ഇദ്ദേഹത്തിന് ഇടിക്കുകയാണ്, അല്ലെങ്കിൽ സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ അമ്മയെ കുറച്ച് ഗുണ്ടകൾ വന്ന് കൊല്ലുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയെ കുറച്ച് ശത്രുക്കൾ വന്ന് കൊല്ലുകയാണ്. ആ കൊല്ലൽ വളരെ നിസ്സാരമായ കൊല്ലലാകുമോ? ഒരു കത്തിയെടുത്ത് കുത്തിക്കൊല്ല അങ്ങനെ ആകുമോ? അല്ലെങ്കിൽ ഒരു തോക്കൊണ്ട് വെടിവെച്ച് അങ്ങനെ കൊല്ലലാകുമോ? ഇല്ല. മറിച്ച് കാണുന്ന കാണികൾക്ക്, ശ്രോതാക്കൾക്ക്, വായിക്കുന്ന വായനക്കാർക്ക്, സിനിമ കാണുന്ന ആൾക്ക് ഈ കൊല്ലപ്പെടുന്ന മനുഷ്യനോട് പരമാവധി സിമ്പതി ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും കൊല നടക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ ഭാര്യ അല്ലെങ്കിൽ
പ്രണയിനി മരണപ്പെടുന്നുണ്ടെങ്കിൽ ആ ഗുണ്ട അല്ലെങ്കിൽ ശത്രു കൊല്ലുന്നത് വളരെ മൃഗീയമായിട്ടായിരിക്കും, തലക്കടിച്ച് ഇടിച്ച് ചോര വരുന്ന രീതിയിൽ ഇടിച്ചിട്ടായിരിക്കും കൊല്ലുക. അപ്പോൾ നമുക്കെന്ത് ചെയ്യും, ഈ മരണപ്പെട്ട ആളോട് വളരെയധികം സിമ്പതി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് സിനിമകളിൽ ഇത്തരം ക്രൈമുകളൊക്കെ കാണിക്കുക. കൊല്ലുന്നതും ഇടിക്കുന്നതും ചോര തെറിക്കുന്നതും മസ്തിഷ്കം പിളരുന്നതും ഒക്കെ കാണിക്കുക. നോവലിലും എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ക്രൈമുകളെ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ ഖുർആനിൽ എവിടെയും ക്രൈമുകളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കിണറ്റിലെടുത്തു, അവിടെ ക്രൈം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ സൂറത്തുൽ യാസീൻ പഠിച്ചിരുന്നു. സൂറത്തുൽ യാസീൻ നമ്മൾ പറഞ്ഞു, ഒരു നാട്ടിലേക്ക് ഒരു പ്രവാചകൻ വന്നു, രണ്ട് പ്രവാചകന്മാർ വന്നു, അവർ അവിടെ ദാവത്ത് നടത്തി. അപ്പോൾ ആ നാട്ടിൽ തന്നെ ഉള്ള ഒരു മനുഷ്യൻ ആ നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവരെ ഈ വന്ന നബിമാരെ അവിശ്വസിക്കുന്നത്, ഇവർ നല്ല കാര്യത്തിലേക്കല്ലേ നിങ്ങളെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ നാട്ടുകാരിൽപ്പെട്ട അയാൾ എന്ത് ചെയ്യും, കൊന്നുകളയും എന്നുണ്ട്. ആ കൊലയെപ്പറ്റി തഫ്സീറിലൊക്കെ വളരെ മൃഗീയമായ രീതിയിൽ അയാളെ കുരിശിൽ തറച്ചും ശരീരത്തിലെ തോലുകൾ പറിച്ചെടുത്തൊക്കെയാണ് കൊന്നതെന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ അതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇപ്പോൾ കാബീൽ എന്ന് പറയുന്ന ആദം അലൈഹി സ്വലാമിൻ്റെ മകൻ സഹോദരനായ ഹാബീലിനെ കൊന്നു. ആ കൊലയെ, മനുഷ്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും ഫസ്റ്റ് ക്രൈമിനെ പറ്റി ഖുർആനാണ് പറയുന്നത്. ആ ക്രൈമിനെയും ഖുർആൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ക്രൈമുകളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അത് സമൂഹത്തിൽ ക്രൈം ചെയ്യാനുള്ള വാസന അധികരിപ്പിക്കുകയും ചെയ്യുക. ഇന്ന് അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം ക്രൈമുകളൊക്കെ അധികരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. സിനിമകളിൽ കൂടി നമ്മൾ ഒരുപാട് ക്രൈമുകൾ കാണുന്നു, നോവലിൽ കൂടി നമ്മൾ വായിക്കുന്നു. ചാനലുകാർക്കൊക്കെ കേരളത്തിൽ എന്തെങ്കിലും ഒരു കൊലപാതകം നടന്നു, ആ കൊലപാതകം എങ്ങനെയൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചാനലുകാർ ക്രൈം സ്റ്റോറികൾ, എല്ലാ ചാനലുകാരുടെയും മെയിൻ ഒരു പരിപാടിയാണ് ക്രൈം സ്റ്റോറി, ക്രൈം ഫയലൊക്കെ. നടന്ന കൊലയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ആളുകൾക്ക് ക്രൈം ചെയ്യാനുള്ള വാസന കൂട്ടുകയാണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഡീസെൻസൈസേഷൻ സംഭവിക്കും, ആളുകളുടെ വികാരം കുറയ്ക്കും, പിന്നെ എത്ര ക്രൈം ചെയ്താലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തിലൊരു സിനിമ ഇറങ്ങി വർഷങ്ങൾക്ക് മുമ്പ്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമയെ മാതൃകയാക്കിക്കൊണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു എന്ന് കേരള പോലീസ് തന്നെ പറയുന്നു. കൊന്ന ആളെ പെട്ടെന്ന് തന്നെ കുഴിച്ചു മൂടുക, അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു. അപ്പോൾ ആളുകൾക്ക് ഇത്തരത്തിൽ ക്രൈമുകൾ കണ്ടാൽ ഇത്തരം ക്രൈമുകൾ ചെയ്യലൊക്കെ വളരെ എളുപ്പമായി മാറും. നമ്മൾ തന്നെ എത്ര കൊലകൾ കണ്ടു, ആ നമുക്കൊരു കൊല ചെയ്യൽ എളുപ്പമാണ്. പക്ഷെ അത്തരം കൊലകളൊന്നും ചെയ്യുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത, ക്രൈമുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇത്തരം ക്രൈമുകൾ ചെയ്യൽ വളരെ പ്രയാസമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചില ഡോക്ടറുകളായിട്ടുള്ള ആൾക്കാർ അവർ കൊല ചെയ്ത സമയത്ത് കൊന്ന ആളെ വെട്ടിമുറുക്കി പീസാക്കി പെട്ടിയിലാക്കി. കാരണം അയാൾക്ക് ഇത് വെട്ടിമുറുക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, കാരണം അയാൾ ഒരുപാട് ചോര കണ്ടാണ്. അയാളുടെ ആ വികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്രൈം ചെയ്യാനുള്ള ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മനോഭാവം മനുഷ്യരിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ക്രൈമുകളെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഖുർആൻ ക്രൈമുകളെ ഡീറ്റെയിൽ ആയി പറയുന്ന മറ്റ് നോവലുകളിലെ കഥയാണോ ഏറ്റവും അഹ്സനായത്? സമൂഹത്തിൽ ഒരിക്കലും ഇത്തരം ക്രൈമുകൾ സ്വാധീനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്രൈമിനെ വളരെ ചുരുക്കി പറഞ്ഞ ഖുർആനാണ് ഏറ്റവും അത്ഭുതകരമായത്. ഖുർആനാണ്. തുടർന്ന് പറയാണ്, വഔഹൈന ഇലൈഹി ലതുനബ്ബി അന്നഹും, കിണറ്റിലേക്ക് യൂസുഫ് അലൈഹി സ്വലാമിനെ ഇട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി വന്നു. അത് നുബുവത്തിന് ശേഷമുള്ള വഹിയുണ്ട്, നുബുവത്തിന് മുമ്പുള്ള വഹിയുണ്ട്. ഉദാഹരണത്തിന് മൂസ അലൈഹി സ്വലാമിൻ്റെ കഥയിലൊക്കെ പറയുന്നുണ്ടല്ലേ, വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി. ഫിർഔൻ തൻ്റെ നാട്ടിലുള്ള ആൺകുട്ടികളൊക്കെ തേടിപ്പിടിച്ച് കൊല്ലുന്ന സാഹചര്യത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ മൂസ അലൈഹി ഇസ്ലാമിന് ജന്മം നൽകി. അപ്പോൾ ആ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. ആ കുഞ്ഞിനെ മുലയൂട്ടുക, ആ കുഞ്ഞിനൊരു പെട്ടിയിലിടുക, നൈൽ നദിയിൽ ഒഴിക്കുക. ഇത് ഉമ്മാക്ക് അള്ളാഹു വഹി കൊടുത്തല്ലേ. അതേ അർത്ഥത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം എന്ന കുട്ടിയാണല്ലോ, ഒരാൾക്ക് നബിയായിട്ട് വഹി കിട്ടുക 40 വയസ്സിന് ശേഷമാണ്. എല്ലാ നബിമാരും അമ്പിയാക്കളായത് 40 വയസ്സിന് ശേഷമാണ് കണക്കാക്കുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത് ലഭിച്ച വഹി ഏതുപോലെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മാക്കൊക്കെ കിട്ടിയ പോലെ വഹി പോലെ. ഇപ്പോൾ സൂറത്തുൻ നഹലിൽ തേനീച്ചയുടെ കാര്യത്തിൽ ഇത് പറയുന്നുണ്ട്, വഔഹാ ഇലൻ നഹ്ലി, തേനീച്ചകൾക്ക് നാം വഹി നൽകി.
കൂടുണ്ടാക്കുന്നതിനെക്കുറിച്ച്, തേൻ ശേഖരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു വഹി നൽകി. എല്ലാ ജീവികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വഹി നൽകുന്നുണ്ട്. ആ അർത്ഥത്തിൽ ആ കണറ്റിലിട്ട ഉടനെ തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു വഹി നൽകി. എന്താ വഹി നൽകിയത്? ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ, ലതുനബ്ബി അന്നഹും, തീർച്ചയായിട്ടും നീ അവരെ അറിയിക്കുക തന്നെ ചെയ്യും, ബി അംരിഹിം ഹാദാ, അവർ നിന്നോട് ചെയ്ത ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നീ തീർച്ചയായും പിന്നീട് അറിയിക്കും. വഹും ലാ യശ്ഉറൂൻ, അപ്പോൾ അവർ അതിനെപ്പറ്റി ബോധവാന്മാർ പോലും ആവൂല. അപ്പോൾ അതിൻ്റെ അകത്തെന്തുണ്ട്? യൂസുഫെ, നീ ഈ കിണറ്റിൽ കിടന്ന് മരിക്കൂല, നീ ഇവിടെ നിന്ന് പുറത്ത് കിടക്കും, നിനക്കിനിയും നിൻ്റെ മുമ്പിൽ ഇനിയും ജീവിതമുണ്ട്, നിന്നെ ഞാൻ കൈവിടുകയില്ല. ഇനി ഒരു നാൾ വരും, നിന്നെ ഈ കിണറ്റിലിട്ട നിൻ്റെ സഹോദരന്മാർ പഞ്ചപുച്ഛവും അടക്കി നിൻ്റെ മുമ്പിൽ വരുന്ന ഒരു നാൾ വരും എന്ന് ഇതിൻ്റെ അർത്ഥമുണ്ട്. അവർ പോലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അവർ നിന്നോട് ചെയ്ത കാര്യങ്ങളെപ്പറ്റി നീ അവരോട് പറയും എന്നും ഈ സമയത്ത് തന്നെ യൂസുഫ് അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതൊക്കെ തന്നെ സംഭവിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ സഹോദരന്മാരെല്ലാവരും ഈജിപ്തിൽ ഈ യൂസുഫ് അലൈഹി ഇസ്ലാം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ വരും. അവിടെ ഉപ്പയുണ്ടാവും, സഹോദരനായ ബിന്യാമീൻ ഉണ്ടാവും. ആ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്താണ് യൂസുഫ് അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുക, ഞാൻ അന്ന് നിങ്ങൾ കിണറ്റിലിട്ട യൂസുഫാന്ന് പറയും. ആ സമയത്ത് സഹോദരന്മാർ ചോദിക്കുന്നുണ്ട്, ഖാലൂ ഇന്നക ലഅൻത യൂസുഫ്, ആ യൂസുഫാണോ നീ? ഞങ്ങളന്ന് കിണറ്റിലിട്ട യൂസുഫാണോ? അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഖാല അന യൂസുഫ് വഹാദ അഖി, അതെ നിങ്ങൾ കിണറ്റിലിട്ട യൂസുഫാണ് നീ, വഹാദ അഖി, എൻ്റെ സഹോദരനായ ബിന്യാമാനത് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ സഹോദരന്മാർ എത്രത്തോളം അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഇതിൻ്റെ ഇടയിൽ വലിയൊരു ചരിത്രത്തിൻ്റെ ഗ്യാപ്പില്ലേ? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തല്ലേ ഇത് സംഭവിക്കുന്നത്? ചെന്നായി പിടിക്കുന്ന കുഞ്ഞുനാർക്കിടെ ചെറിയ കുട്ടിയായിരിക്കൂലേ? അവസാനം ഈജിപ്തിൽ വെച്ച് ഇത് റിവീൽ ചെയ്യാണ്, ഞാനാണ് നിങ്ങൾ അന്ന് കിണറ്റിലിട്ട കുട്ടി എന്ന് പറയും. അതിൻ്റെ ഇടയിൽ എത്ര വർഷത്തെ 10, 30, 40, 50 വർഷത്തിൻ്റെ ഗ്യാപ്പില്ലേ? കണക്കാക്കപ്പെടുന്ന ഏകദേശം 50 വർഷത്തെ ഗ്യാപ്പിട്ടതാണ്. 80 വർഷത്തെ ഗ്യാപ്പ്. അപ്പം അത്രയും കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അവർ അത്രത്തോളം അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിന് ആശ്വാസമായിട്ടാണ് ലതുനബ്ബി അന്നഹും ഹാദാ, നീ ഈ കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുന്നൊരു നാൾ വരും എന്ന് പറഞ്ഞത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സഹായം വരിക പ്രയാസത്തിൻ്റെ തുടക്കത്തിലല്ല, പ്രയാസത്തിൻ്റെ നടുക്കല്ല, പ്രയാസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക, അല്ലേ? അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പലതരത്തിൽ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, എല്ലാം ചെയ്തു, കിണറ്റിലിട്ടു. കിണറ്റിൽ നിന്ന് അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങിയില്ല. പെട്ടെന്ന് തന്നെ ജിബ്രീൽ വന്നിട്ട് കിണറ്റിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അടിമ ചന്തയിൽ കൊണ്ടുവച്ച് പോയി വിറ്റു, അവിടുന്ന് അള്ളാഹുവിൻ്റെ സഹായം വന്നില്ല. ജയിലിൽ കൊണ്ടുപോയി ഇട്ടു, അവിടെയും അള്ളാഹുവിൻ്റെ സഹായം വന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ജയിലിൽ ഒരുപാട് വർഷങ്ങളെല്ലാം കടന്നതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ സഹായം വരുന്നതും യൂസുഫ് അലൈഹി സ്വലം ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നത്. ഇതന്നെ എല്ലാ നബിമാരുടെ കാര്യത്തിൽ കാണാൻ സാധിക്കും. മൂസ അലൈഹി ഇസ്ലാമിനെയും കൂടെയുള്ള മുഅ്മിനീങ്ങളെയും ഫിർഔൻ ഒരുപാട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അള്ളാഹുവിൻ്റെ സഹായം അപ്പോഴൊന്നും വന്നില്ല. ഏറ്റവും ഒടുക്കം മൂസയെയും കൂടെയുള്ള ആളുകളെയും മുഴുവനായി കൊല്ലാൻ വേണ്ടി ഫിർഔൻ പുറപ്പെട്ട മൂമെൻറ്റിലാണ് അള്ളാഹുവിൻ്റെ സഹായം വരുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നമ്രൂദും കൂടെയുള്ള നാട്ടുകാരൊക്കെ ഒരുപാട് ഉപദ്രവിച്ച് പീഡിപ്പിച്ചു. അന്നേരം അള്ളാഹുവിൻ്റെ സഹായം വന്നില്ല. സഹായം വന്നത് ഏറ്റവും ഒടുക്കം കൊല്ലാൻ വേണ്ടി തീയിലിട്ട സമയത്താണ് അള്ളാഹുവിൻ്റെ സഹായം വന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി അയ്യൂബ് അലൈഹി ഇസ്ലാം, അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിന് രോഗം വന്നു. രോഗം കാരണമായി വളരെയധികം പ്രയാസത്തിൽ കൂടെ അദ്ദേഹം കടന്നുപോയി. ഒടുക്കം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും എല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ആ മൂമെൻറ്റിലാണ് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സഹായം വന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സഹായം വന്നത്. നബിതങ്ങൾ 13 വർഷക്കാലം, നീണ്ട വർഷക്കാലം മക്കയിൽ പല പ്രയാസങ്ങൾ വന്നു. അപ്പോൾ ഒന്നും അള്ളാഹിൻ്റെ സഹായം ഇറങ്ങിയില്ല. ബിലാൽ റളിയല്ലാഹു പീഡിപ്പിക്കപ്പെട്ടു, നബിതങ്ങൾ ഉപദ്രവിക്കപ്പെട്ടു. അപ്പോഴൊന്നും അള്ളാഹിൻ്റെ സഹായം വന്നില്ല. സഹായം വന്നത് ബദറിലാണ്. ബദർ എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റാണ്. അപ്പോൾ സഹായം ഇറങ്ങിയിട്ട് പിന്നെ സഹായം ഇറങ്ങിയിട്ട് കാര്യമില്ല.
ആ യുദ്ധത്തിൽ, അന്നത്തെ യുദ്ധത്തിൻ്റെ ദിവസം സഹായം ഇറങ്ങിയിട്ടില്ലെങ്കിൽ, അള്ളാഹിൻ്റെ ഭാഗത്തുള്ള സഹായം ഉണ്ടായിട്ടില്ലെങ്കിൽ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മരിച്ചു. അപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിലാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക. ആ ലാസ്റ്റ് മൂമെൻറ്റ് വരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നിൽക്കണം, ഹോപ്പ് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നും കൂടി ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആയം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ അനുകൂലമായി സാക്ഷിയാവുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്.